ഹലോ ഗായ്സ്. ഇപ്പോൾ മാൽദീവ്സിലെ അധ്യാപകരും നഴ്സുമാരും എഞ്ചിനീയർമാരും ഒക്കെ ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം ഒരു 2 മാസത്തോളം അല്ലെങ്കിൽ ഒരു 3 മാസത്തോളം SBIയിൽ എത്ര രൂപ വേണമെങ്കിലും നാട്ടിലോട്ട് അയക്കാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി ഞാൻ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാം. നമുക്ക് മാൽദീവ്സിൽ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പൈസ അയക്കാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ആ വഴി എന്ന് പറയുന്നത് SBI മാൽദീവ്സ് വഴിയാണ്. അപ്പോൾ ഈ SBI മാൽദീവ്സിൽ ഒന്നെങ്കിൽ നമുക്ക് ഡോളർ അക്കൗണ്ട് തുടങ്ങാം, അല്ലെങ്കിൽ MVR അക്കൗണ്ട് തുടങ്ങാം. പക്ഷേ ഈ ടീച്ചർമാർക്കും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അതുപോലെ തന്നെ എഞ്ചിനീയർമാർക്കും ഒക്കെ സാലറി കിട്ടുന്നത് MVRലാണ്, മാൽദീവിയൻ റുഫേ. അതാണ് അവിടുത്തെ കറൻസി. ആ പൈസ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സ്ഥലങ്ങളിലൊന്നും എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, എല്ലാവരും മാൽദീവ്സിലെ SBIയിൽ ഒരു അക്കൗണ്ട് തുടങ്ങും. ആ MVR അക്കൗണ്ടിൽ പൈസ ഇടും. ആ SBI അത് MVR കൺവേർട്ട് ചെയ്ത് ഡോളറാക്കി, ആ ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ റുപ്പീസ് ആക്കിയിട്ടാണ് നമുക്ക് നാട്ടിലേക്ക് നമുക്കിഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് ഒരു പൈസ അയച്ചു തരുന്നത്. പക്ഷേ ഈ SBIക്ക് കുറേ നാളായിട്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കൊരു $500 അയക്കാവുന്നതായിരുന്നു. പിന്നെ അത് മാറ്റി $400 ആക്കി. പിന്നീട് കഴിഞ്ഞ 1-2 മാസമായിട്ട് എത്ര വേണേലും അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, കാരണം സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്, സോഫ്റ്റ്വെയർ ഗ്ലിച്ചാണെന്നൊക്കെയാണ് പലരും വിശ്വസിച്ച് അങ്ങനെ എത്ര വേണേലും അയക്കാമെന്നായിരുന്നു. പക്ഷേ അടുത്ത മാസം തൊട്ട് ഇനി ഒരുപാട് പേര് അങ്ങനെ പൈസ അയച്ചുകൊണ്ടാണോ അതോ ഡോളറിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. അവർ ഡോളറിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണെന്നാണ് SBI എല്ലാവർക്കും മെയിൽ അയച്ചേക്കുന്നത്. എനിക്ക് മെയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് $150 150 അതിന് മുകളിൽ അവർക്ക് പൈസ അയക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നാട്ടിൽ 13,000 രൂപയെ കൂടുതലും നമുക്ക് നാട്ടിലേക്ക് അയക്കാൻ SBI മുഖേന പറ്റില്ല എന്നാണ്. പക്ഷേ പലരും എന്നാലും സാരമില്ല, ഏജൻസിയൊക്കെ വഴി അയക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഏജൻസി വഴി അയക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലീഗൽ പരിപാടിയാണ്. അതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാർക്കറ്റും അങ്ങനത്തെ കുറച്ച് ഇല്ലീഗലായിട്ടുള്ള ഏരിയാസാണ്. അവിടുത്തെ വഴി നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ഇല്ല നാട്ടിൽ നമുക്ക് കിട്ടണമെന്നുള്ളത്. എന്നാലും ഒരുപാട് പേര് ലക്ഷക്കണക്കിന് രൂപ അയക്കുന്നുണ്ട്, വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. അപ്പം MVR ആയിട്ട് കിട്ടുന്ന പൈസ മാൽദീവ്സ് തന്നെ, ഇപ്പം റിസോർട്ടിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മാൽദീവ്സിൽ മാലയിലൊക്കെ എത്തിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു റിസോർട്ടുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കോൺടാക്റ്റ് സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഡോളറായിട്ടോ യൂറോ ആയിട്ടോ കൺവേർട്ട് ചെയ്ത് നമ്മൾ നാട്ടിലേക്ക് ലീവിന് വരുന്ന സമയത്ത് ആ ഒരു ടോട്ടൽ എമൗണ്ട് ഇൻ ക്യാഷ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വഴിയിൽ കൊണ്ടുവരാനായിട്ടാണ് ഇപ്പോൾ പല ടീച്ചേഴ്സും തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഒരു കാരണവശാലും ഇപ്പം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു ജോലി സാധ്യത വളരെ കുറവാണ്. കാരണം ഇതൊരു അക്കാഡമിക് ടൈം തുടങ്ങുന്ന സമയമല്ല. എനിവേസ് അങ്ങനെ ഉള്ള രീതികളിലൊക്കെ മാൽദീവ്സിലെ വിശേഷങ്ങളും കാര്യങ്ങളും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു തരാൻ ഇനി ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.